ശ്രീമദ് ഭാഗവതം ക്ലാസ് 204 നമ്മൾ 10ാമത്തെ സ്കന്ധത്തിൽ 1ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1ാം ഭാഗത്തിൽ 3ാമത്തെ അധ്യായമായിട്ട് ശ്രീകൃഷ്ണ അവതാരമാണ് നോക്കുന്നത്. നമുക്ക് നേരിട്ട് അതിലേക്ക് അങ്ങ് കടക്കാം. വിഷയം എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, അനന്തരം ഏറ്റവും മംഗളകരമായ സമയത്ത്. അപ്പം കൃഷ്ണനെ പോലെയുള്ളവർ ജനിക്കുമ്പോൾ നല്ല മംഗളകരമായ സമയത്ത് തന്നെയാണ് ജനിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൽ അശ്വതി മുതലായ നക്ഷത്രങ്ങളും സൂര്യാദിഗ്രഹങ്ങളും മറ്റ് ജ്യോതിർഗോളങ്ങളും ശാന്തമായി വർത്തിച്ചു. അപ്പം നല്ല ശാന്തമായ പ്രകൃതിയിലാണ് ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് ശാന്ത സ്വഭാവമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ചൂടാവുമൊന്നുമില്ല. എല്ലാം തന്ത്രത്തിലാണല്ലോ കൃഷ്ണൻ്റെ പരിപാടി. 2 പറയുന്നു, ദിക്കുകളെല്ലാം തെളിഞ്ഞു. നല്ല തെളിഞ്ഞ ദിക്കായിരുന്നു. ആകാശത്ത് തെളിമയാർന്നിട്ട് നക്ഷത്ര നിരകൾ ഉദിച്ചു. നക്ഷത്രങ്ങളെല്ലാം നല്ല നിരനിരയായിട്ട് തന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ, പക്ഷെ നല്ല ക്ലിയറായിട്ട് ഉദിച്ചു. ഭൂമിയിൽ മംഗള വസ്തുക്കളെല്ലാം ഉണ്ട്. അതായത് ഭൂമിയും നല്ല അവസ്ഥയിലായിരുന്നു. നിറഞ്ഞ നഗരങ്ങൾ, മംഗള വസ്തുക്കളെ കൊണ്ടെല്ലാം നിറഞ്ഞ നഗരങ്ങളാണ്. ഗ്രാമങ്ങൾ എല്ലാം സുഭിക്ഷമായിരിക്കും. ഒരു നല്ല അവസ്ഥയിലാണ് ആ സമയം. ഗോകുലങ്ങളെല്ലാം ഖനികൾ എന്നിവയോട് ഒത്തുചേർന്നു. ഖനികളും എല്ലാം നല്ലൊരു ശാന്തമായ അവസ്ഥയിൽ വേണ്ട കാര്യങ്ങളെല്ലാം സുഭിക്ഷമായിട്ട് നൽകുന്ന അവസ്ഥയിൽ തന്നെ. അതായത് ആ ജനിച്ച സമയം ഗ്രഹങ്ങളും എല്ലാം പ്രകൃതിയും എല്ലാം നല്ല അവസ്ഥയിലായിരുന്നു. വളരെ നല്ലൊരു തുടക്കമാണ് എന്ന നിലയിലാണ് അതിനെ പറയുന്നത്. 3 പറയുകയാണ്, നദികളിൽ നല്ല നിർമ്മല ജലമാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. കയങ്ങളെല്ലാം താമരപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു, തിളങ്ങി നിൽക്കുകയാണ്. വനങ്ങളിലെ പക്ഷികളും മറ്റേ വണ്ടുകളെല്ലാം അങ്ങനെ മൂളിയും ആ തരത്തിൽ മധുര ശബ്ദങ്ങളെല്ലാം പൊഴിച്ചുകൊണ്ട് 4 പറയുകയാണ്, സുഗന്ധം കലർന്ന വായു ഇങ്ങനെ വീശുകയാണ്. ത്രേതാഗ്നികളെല്ലാം, എല്ലാവരും കർമ്മം ചെയ്യുന്ന അഗ്നികളെല്ലാം നല്ല വലം ചുറ്റി എരിഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് 5 പറയുന്നു, സജ്ജനങ്ങളുടെ ഹൃദയമെല്ലാം പ്രസന്നമായി. സജ്ജനങ്ങളായിരിക്കുന്നവർക്കെല്ലാം അവരുടെ ഹൃദയം നല്ലൊരു പ്രസന്നമായ അവസ്ഥയിലായിരുന്നു. ഭഗവാൻ ജനിക്കുമ്പോൾ ആകാശത്തിൽ പെരുമ്പറയെല്ലാം മുഴങ്ങി എന്നാണ് പറയുന്നത്. ഇനി 6 പറയുകയാണ്, കിന്നര ഗന്ധർവന്മാർ പാട്ടുപാടി, സിദ്ധചാരണന്മാർ സ്തുതിച്ചു, സ്ത്രീകളും അപ്സരസ്സുകളെല്ലാം നൃത്തം വെച്ചു. ഇതെല്ലാം ഒരു കവിഭാവനയിൽ അടിക്കുന്നതായിട്ട് കണ്ടാൽ മതി. പിന്നെ മുനികളും ദേവന്മാരും 7 പറയുന്നു, മുനികളും ദേവന്മാരും എല്ലാം പൂക്കൾ വർഷിച്ചു, മേഘങ്ങൾ മെല്ലെ ശബ്ദിച്ചു. ഇത് 8 അർദ്ധരാത്രി നേരം കൂരിരുട്ടെല്ലാമുള്ള ആ സമയത്ത്, നല്ല കൂരിരുട്ടായ സമയത്ത് ഭക്തജനങ്ങൾ ഭഗവാൻ ആവിർഭവിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ, ഭക്തജനങ്ങളെല്ലാം ഭഗവാൻ ഇങ്ങ് വരണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദേവകിയിൽ സകലരുടെയും അന്ധകരണങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണു, എല്ലാവരുടെയും ഉള്ളിൽ ആ മഹാവിഷ്ണു ഉണ്ട്. ആ വിഷ്ണു തന്നെയാണ് ദേവകിയിൽ കിഴക്ക് ചന്ദ്രൻ ഉദിക്കുന്ന പോലെ ആവിർഭവിച്ചു. കിഴക്ക് ഒരു ദിവ്യ നക്ഷത്രം എന്നല്ല പണ്ട് പറഞ്ഞത്, ഇതേമാതിരി ഇതുപോലെ പറഞ്ഞതാണ്. കിഴക്ക് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെയാണ് ആ സമയത്ത്, കുട്ടി പിറക്കുന്ന സമയത്ത്. 9-10 പറയുകയാണ്, നല്ല താമര കണ്ണനായിട്ട് 4 കരങ്ങളോടും കൂടിയാണ് ജനിച്ചിരുന്നത്. അതിൽ ശംഖ്, ഗദ, ചക്ര എല്ലാം ഉണ്ട്. മഞ്ഞ പട്ടുടുത്തിട്ടാണ് ജനിച്ചിരുന്നത്. കാർമേഘത്തിൻ്റെ നിറമായിരുന്നു. വൈഡൂര്യരക്തങ്ങൾ പതിച്ച കിരീടമെല്ലാം തലയിലുണ്ടായിരുന്നു. കർണഭൂഷണങ്ങൾ കൊണ്ട് ആകർഷകമായ കേശഭാരം, തോളുവള, കടകം,
അതുകൊണ്ടല്ല ശോഭിച്ചു നിൽക്കുന്ന ആ ബാലനെ വസുദേവൻ കണ്ടു. അങ്ങനെ കിരീടമെല്ലാം വെച്ചിട്ടാണ് ആ കുട്ടി അങ്ങനെ ജനിച്ചിരിക്കുന്നത്. ആ വസുദേവൻ 11 ശ്രീഹരിയെ തൻ്റെ പുത്രനായിട്ട് കണ്ടിട്ട് അത്ഭുതത്താലും കൃഷ്ണാവതാരത്തിൽ ഒരു വല്ലാത്ത സംഭ്രമത്തോടു കൂടിയല്ലായിട്ട് കൃഷ്ണൻ അവതരിച്ചത് കണ്ടിട്ട് വല്ലാത്ത സംഭ്രമമെല്ലാം ഉണ്ടാവില്ല. ഈ രൂപത്തിലല്ലേ വന്നിരിക്കുന്നത്, കിരീടമെല്ലാം വെച്ചിട്ട് ആയുംഭവിച്ചു. എന്നിട്ട് സന്തോഷിക്കുകയും ചെയ്തു. അദ്ദേഹം 10,000 പശുക്കളെ ദാനം ചെയ്തു എന്നാണ് പറയുന്നത്. ബ്രാഹ്മണർ നല്ല ആൾക്കാർക്ക്. എന്നിട്ട് 12 സ്വപ്രകാശത്താൽ പ്രസവിച്ച മുറിയെ പ്രകാശിപ്പിച്ചുകൊണ്ട്, അപ്പം ആ കുട്ടി ജനിപ്പിച്ചപ്പോൾ തന്നെ ആ മുറി മുഴുവൻ പ്രകാശിപ്പിക്കുകയാണ്. കൊണ്ടിരുന്ന ബാലനെ പരമപുരുഷനായി കണ്ട് പേടി അകന്നവനായിട്ട് വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ പേടിയല്ല അകന്ന് അദ്ദേഹം എന്ത് ചെയ്തു? വീണ് നമസ്കരിച്ചു, കൂപ്പ് കൈകളോടെ സ്തുതിച്ചു. ഇത് അദ്ദേഹം സ്തുതിക്കുകയാണ്. ഈ എന്തിനാണ് ഈ സ്തുതിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ സ്തുതിയിലൂടെ ഇത് വിഷ്ണുവിനെ, രൂപവും ഭാവവും ഇല്ലാതെ ആ വിഷ്ണുവിനെയാണ് സ്തുതിക്കുന്നത്. ആ വിഷ്ണു ജനിച്ചവനല്ല, ജനിക്കുന്നുമൊന്നുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. നമ്മളിത് കഥയിൽ ഒരു വ്യക്തിയിലൂടെയാണത് പ്രകടമാകുന്നത്. നമ്മളെല്ലാം ഉള്ളിലുള്ള ആ ശക്തി വിശേഷം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഏതോ ഒരു വ്യക്തിയിലൂടെയാണ് കാര്യം നടപ്പാക്കാൻ പോകുന്നത്. പക്ഷെ അതൊരു ദിവ്യ വ്യക്തിയാണ്. പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷികളിലെ പരുന്ത് ഏറ്റവും ശ്രേഷ്ഠമായ പരുന്തിനെ ഞാനായിട്ട് കാണണം. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഞാനായിട്ട് കാണുക എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ആ ഭരണത്തെ തച്ചുടച്ച ശക്തിയാരോ ആ വ്യക്തിയാരോ അവരിലൂടെ നമ്മൾ കൃഷ്ണനെ കാണണം. എന്നിട്ട് എന്താണ് സ്തുതിക്കുന്നത് നോക്കാം. 13 പറയാണ്, ആര്? വസുദേവന് സ്തുതിക്കുകയാണ്. പ്രകൃതിക്ക് അതീതനായി, ഈ പ്രകൃതിയായിട്ട് അതിന് ഒരു ബന്ധമില്ലാത്തവനാണ്, നിലകൊള്ളുന്ന പുരുഷനാണ്. പ്രകൃതിക്ക് അതീതനായി നിലകൊള്ളുന്ന പുരുഷനാണ്. ഈ പ്രകൃതിയായിട്ട് അതിന് ഒരു ബന്ധമില്ല. നിരൂപിക്കാൻ കഴിയാത്ത, നമുക്കൊന്നും നിരൂപിക്കാൻ പറ്റൂല ഏത് രൂപമാണെന്നോ. ചിദാനന്ദ സ്വരൂപമാണ്. ആ രൂപത്തെ നമുക്ക് നിരൂപിക്കാനൊന്നും പറ്റില്ല. കാരണം ആ ഭഗവാനെ ആരും ഇതുവരെ കണ്ടിട്ടില്ല, ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല. ഇനി സകലരുടെയും ബുദ്ധിയെ നിരീക്ഷിക്കുന്നവനുമായ, എല്ലാവരുടെ ബുദ്ധിയും ഓരോ ആൾ എന്താണ് ചിന്തിക്കുന്നത് പോലും അറിയാൻ കഴിവുള്ള ശക്തിയുള്ള കക്ഷിയാണ് ഈ ശക്തിവിശേഷം. നിന്തൊരുവടിയെ കണ്ണിനു നേരെ ഇതാ കണ്ടറിഞ്ഞു. ഞാൻ കണ്ണിലോട്ട് ഇതാ നേരെ കാണുന്നു. ആര് പറയുന്നു? വസുദേവൻ ഒരു കഥാപാത്രമാണ്, കഥയിലാണ്, കഥാപാത്രമാണ് കാണുന്നത്. അല്ലാതെ നമുക്കൊന്നും കാണാൻ പറ്റുന്നതല്ല. കഥയിലൂടെ അങ്ങനെ പറയുന്നതാണ്. പക്ഷെ അതേസമയം എന്ത് പറയുന്നുണ്ട്? ആർക്കും കാണാനും ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ ശക്തിയാണുള്ളത്. 14 അപ്രകാരമുള്ളതായ ആദികാലത്ത് മായ കൊണ്ട് സത്വാദി ഗുണങ്ങളാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ആ ശക്തിയാണ് ആദികാലത്ത് മായ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സത്വാദി ഗുണങ്ങളാൽ, സത്വരജോ തമോ 3 ഗുണങ്ങളാലാണ് ഈ ലോകത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. പിന്നെ അതിൽ പ്രവേശിച്ചില്ലെങ്കിലും പ്രവേശിച്ചതായിട്ട് തോന്നുന്നു. നേരത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും സ്ഥിതി ചെയ്തുകൊണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചുകൂടി വ്യക്തമാക്കിയാണ്. അത് നമ്മളെ ഉള്ളിലെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നൊന്നുമില്ല, സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം ഇതൊരു മായാ ശരീരമാണ്. യഥാർത്ഥമായ ബ്രഹ്മത്തിന് രൂപവും ഭാവമില്ല. അതിന് ഒരെന്തിലും താല്പര്യമില്ലാതെ ഒന്ന് നമ്മളെ ഉള്ളിലിരിക്കുക എന്ന് പറയുന്നതിൽ പന്തികയുണ്ട്. അതുകൊണ്ട് അതെല്ലാം നമുക്കുള്ളൊരു തോന്നൽ മാത്രമാണ്. ഇതതിൻ്റെ ഒരു കളി മാത്രമാണ്. അതിലത്ര കാര്യത്തിലൊന്നും എടുക്കണ്ട. അത് തന്നെയാണ് ഇതായി മാറിയത്. അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മായാലോകമായ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ
അത് യഥാർത്ഥത്തിൽ അവിടെ ഇല്ലതാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു കൃഷ്ണൻ ജനിച്ചു എന്നൊന്നും ചിന്തിച്ചു പോകരുത്. അതൊരു ശക്തിയിലൂടെ എല്ലാ ശക്തികളിലും അതുണ്ട് എന്ന് തോന്നും. അർജുനനിലും കൃഷ്ണനുള്ളതായിട്ട് നമുക്ക് കാണാം. എപ്പോൾ? ആ യുദ്ധം നടത്തിയപ്പോൾ. പക്ഷെ കുറേ കാലം കഴിഞ്ഞിട്ട്, യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് കൃഷ്ണൻ പോയപ്പോൾ അർജുനനെല്ലാം അവൻ്റെ ശക്തി പ്രയോഗിക്കാൻ നോക്കിയപ്പോൾ ഒന്നും ഫലിക്കാതെ വരുന്നു. അപ്പോഴും ഉള്ളിൽ ആരില്ല? കൃഷ്ണനില്ല. അപ്പം ആ ശക്തി ഓരോ ആളിൽ അതാത് കാലഘട്ടങ്ങളിൽ വന്നിട്ട് അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. അത്രയും ഉള്ളൂ. അതിൽ പ്രവേശിച്ചിട്ട് പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് അതിലെല്ലാം അത് പ്രവേശിച്ചിട്ടൊന്നുമില്ല, എന്നാലും പ്രവേശിച്ചതായിട്ട് നമുക്ക് തോന്നുന്നു. വികാരമില്ലാത്ത 15 വികാരമില്ലാത്ത മഹാതത്വങ്ങൾ ഏതു പ്രകാരം ബ്രഹ്മാണ്ടാദി വസ്തുക്കളിൽ പ്രവേശിക്കാതെ അവയിൽ പ്രവേശിച്ചിരിക്കുന്നതായി തോന്നുന്നുവോ? പ്രപഞ്ച തത്വങ്ങളെല്ലാം അതിൽ പ്രവേശിച്ചിട്ടില്ല, എന്നാലും പ്രവേശിച്ചതായിട്ട് തോന്നുന്നു. ഉദാഹരണമായിട്ട് നമ്മളൊരു പാചക വിധി ഉപയോഗിച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കുന്നെന്ന് വെച്ചോ. ആ പാചക വിധി, ആ കുറിപ്പ് അതേപോലെ സാമ്പാറിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ പാചകവിധിയിൽ പറഞ്ഞ തരത്തിലാണ് അത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ പാചകവിധിൻ്റെ അകത്ത്, സാമ്പാറിൻ്റെ അകത്ത് ഈ പാചകവിധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാചകവിധിയൊന്നും അതിൻ്റെ അകത്തില്ല. ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടെന്ന് വെച്ചിട്ട് ആ വീട് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്ലാന് കാണുമൊന്നുമില്ല. പക്ഷേ ആ പ്ലാനാണ് പ്രേരക ശക്തിയായിട്ട് വീടായിട്ട് മാറിയിരിക്കുന്നത്. അതേസമയം ആ വീട്ടിൻ്റെ അകത്ത് എന്നാൽ ഈ വീട്ടിൻ്റെ പ്ലാൻ എവിടെ എന്ന് ചോദിച്ച് മാന്തി നോക്കിക്കഴിഞ്ഞാൽ കാണാനൊന്നും പറ്റില്ല. അതുപോലെ മഹാതത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചമുണ്ടായെങ്കിലും മഹാതത്വങ്ങളെയൊന്നും അതിൻ്റെ അകത്ത് ഇല്ല. അതേസമയം അതിൻ്റെ അകത്ത് അത് തന്നെയാണ് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. അത് പ്രകാരം കൃഷ്ണനെയും ഭഗവാനെയും കാണണം. ആ തത്വങ്ങൾ വേറെ വേറെ സ്ഥിതി ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള മഹാതത്വങ്ങളുടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായെങ്കിലും പല തത്വങ്ങൾ വേറെ വേറെ സ്ഥിതി ചെയ്യുകയാണ്. എന്താണ് വേറെ വേറെയുള്ള? ബോയ്സ് ലോ, ചാൾസ് ലോ, ഇങ്ങനെ നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ കുറേ നിയമങ്ങൾ പഠിക്കും. അതെല്ലാം വേറെ വേറെ എങ്ങനെ കിടക്കുകയാണ്. ആ തത്വങ്ങൾ വേറെ വേറെ സ്ഥിതി ചെയ്തും വ്യത്യസ്ത ശക്തികളോടുകൂടി പ്രപഞ്ചത്തെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ സയൻസ് തത്വങ്ങൾ പല വസ്തുക്കളുമല്ലായിട്ട് കൂടിച്ചേർന്നിട്ട് ഒരു പ്രപഞ്ചമായി മാറാൻ ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെട്ടു. എന്നിട്ട് വികാരത്തോടു കൂടി സംയോജിച്ചു. ഈ വികാരങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകമായിട്ട് മാറിയത്. വികാരമില്ലെങ്കിൽ മനുഷ്യരുണ്ടാവില്ല. മനുഷ്യർ ഈ എഞ്ചിനീയറിംഗ് വസ്തുക്കളെ കൊണ്ടല്ലാണ്, അല്ലെങ്കിൽ സയൻസ് വസ്തുക്കളെ കൊണ്ടാണോ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ സയൻസ് വസ്തുക്കളെ കൊണ്ടാണ്. അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വികാരങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യരിലുള്ള വികാരം ഏത് തരത്തിലുള്ളതാണ്. പക്ഷേ ആ വികാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളായി മാറുകയുള്ളൂ. അതുപോലെ പ്രപഞ്ചവും വികാരവും കൂടിയും ചേർന്നിട്ട് തത്വങ്ങളും പ്രകൃതിയുള്ള വസ്തുക്കളുമായി കൂടി അതിൻ്റെ കൂടെ വിചാരങ്ങളും കൂടി ചേർന്നിട്ട് ബ്രഹ്മാണ്ടത്തെ ഉൽപ്പാദിപ്പിച്ചു. എന്നിട്ട് അതിൽ കയറിയതായിട്ട് തോന്നി. പക്ഷേ യഥാർത്ഥത്തിൽ ആ ബ്രഹ്മാണ്ടത്തിൽ മുൻപുള്ളവനാണ് ഈ ആര്? പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടിയും മുമ്പുള്ള ഒരു സംഗതിയാണ് ആര്? ആ നിർഗുണമായ ഈശ്വരൻ. പ്രപഞ്ചം ഉണ്ടായതിൻ്റെ ശേഷം ആ നിർഗുണ ഈശ്വരൻ ഇതിൻ്റെ അകത്ത് കയറേണ്ട ആവശ്യമൊന്നുമില്ല. അത് സംഭവ്യമല്ല. കാരണം വലിയൊരു ശക്തിവിശേഷമാണ് പ്രപഞ്ചവും അതിൻ്റെ അപ്പുറവും കടന്നു നിൽക്കുന്ന ഒരു ശക്തിവിശേഷമാണ്. അതിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ബ്രഹ്മാണ്ടമായിട്ട് മാറിയത്.
ആ ചെറിയ ബ്രഹ്മാണ്ടത്തിൻ്റെ അകത്ത് ഈ പ്രപഞ്ചം മുഴുവൻ അതിനെയും കടന്നു നിൽക്കുന്ന ശക്തിവിശേഷത്തിൽ ഇതിൻ്റെ അകത്ത് കയറി നിൽക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, നടക്കില്ല. കാരണം ഈശ്വരൻ അളവില്ല, അത്രയും വലുതാണ്. പ്രപഞ്ചം എന്ന് പറയുന്നതിന് അളവുണ്ട്, ഒരു ചെറിയ സാധനമാണ്. ഈ ഒരു ചെറിയ സാധനത്തിൽ അളവില്ലാത്ത ആ സാധനം എങ്ങനെയാണ് കയറി നിൽക്കുക? അപ്പോൾ അതിൽ കയറി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, പക്ഷേ കയറി നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുൾ ബ്രഹ്മം എൻ്റെ ഉള്ളിലുണ്ട് എന്നൊന്നും ധരിച്ചേക്കരുത്. അതിൻ്റെ ഒരു ചെറിയ അംശം. എന്നാൽ അത് പൂർണ്ണമായ ബ്രഹ്മത്തിന് സമാനമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മുഴുവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്നൊന്നും ധരിച്ച് പോകരുത്. എന്നിട്ട് പിന്നീടും ഇതെല്ലാം ആര് പറയുന്നതാണ്? വസുദേവരെ സ്തുതിക്കുന്നതാണ്. അതായത് ഈ ഈശ്വരനെ ഒരു കുട്ടിയായിട്ടൊന്നും അങ്ങ് ആരും സങ്കല്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വ്യാഖ്യാനങ്ങൾ, സ്തുതികൾ അതിൻ്റെ കൂടെ പറയുന്നത്. ഇപ്രകാരം അങ്ങ് ബുദ്ധിയാൽ അനുമാനിക്കാവുന്ന വിധത്തിലും ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കപ്പെടാവുന്ന അവസ്ഥയിലും പ്രപഞ്ച വിഷയങ്ങളോടൊത്ത് സ്ഥിതി ചെയ്യുന്നുവെങ്കിലും നമുക്ക് ആ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. ഈ കാണുന്ന വസ്തുവിനെയെല്ലാം ബ്രഹ്മമായിട്ട് നമുക്ക് സങ്കല്പിക്കാമെന്നെല്ലാം നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. കാണുന്നതെല്ലാം ബ്രഹ്മമായിട്ട് കാണും. അങ്ങനെ നമുക്ക് ബുദ്ധിയാൽ ചിന്തിക്കുകയും ചെയ്യാം, നമുക്ക് സങ്കല്പിക്കുകയും ചെയ്യാം ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണെന്ന്. എന്നാൽ ആ വിഷയങ്ങളോടൊപ്പം ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ അതുകൊണ്ട് കാണുന്നതിനെല്ലാം ബ്രഹ്മമായിട്ട് കാണാമെങ്കിലും ശരിയായ ആ ബ്രഹ്മത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഋഷികൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. എന്തോ ഒരു ശക്തി ആ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. ഈ മാറിയതെല്ലാം ബ്രഹ്മം തന്നെ. അപ്പോൾ കാണുന്നതിനെല്ലാം നമുക്ക് ബ്രഹ്മമായിട്ട് കാണാം. എന്നാൽ ആ ശരിയായ ബ്രഹ്മത്തെ ഈ തേങ്ങയോ മാങ്ങയോ നോക്കിയിട്ട് അതാണ് ബ്രഹ്മമെന്ന് ചിന്തിച്ചു പോകരുത്. അതിനെ ശരിയായ രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു അംശം, ഒരു പ്രേരക ശക്തി ഈ കൊച്ചിലോട്ട് ആക്ട് ചെയ്യുന്നു. ആ തരത്തിലേ കാണേണ്ടതുള്ളൂ. അല്ലാതെ ഈ കൊച്ചുകുട്ടിയാണ് മുഴുവൻ ബ്രഹ്മം അങ്ങ് ധരിച്ചു പോകരുത്. ബ്രഹ്മത്തെ നമുക്ക് നിർവചിക്കാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളതിൻ്റെ ഒരംശമാണ് ഈ കൊച്ചുകുട്ടി. അതുകൊണ്ട് ആ വിഷയങ്ങളോടൊപ്പം അതിനെ ഗ്രഹിക്കാൻ പറ്റില്ല. ആ കാണുന്ന ചക്കയാണ് ബ്രഹ്മം എന്നൊന്നും നമ്മൾ ധരിച്ചു പോകരുത്. അതിന് രൂപമില്ല, ഭാവമില്ല, ഒരു ദുഃഖമില്ല. ആ കുട്ടിയാണ് ബ്രഹ്മമെന്ന് വിചാരിച്ചു പോകരുത്. കഥയിൽ ഇങ്ങനെ ഒരു കുട്ടീനെ ചിത്രീകരിച്ചെങ്കിലും അത് ബ്രഹ്മമാണെന്നൊന്നും ധരിച്ചു പോകരുത്. ഇതാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. സർവസ്വരൂപനും സർവ അന്തരാമിയായും സർവവ്യാപിയായും ഇരിക്കുന്ന അങ്ങേക്ക് എല്ലാ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം രൂപമുണ്ടോ അതെല്ലാം അങ്ങാണ് ആ രൂപത്തിൽ വസിക്കുന്നത്. എല്ലാത്തിൻ്റെ ഉള്ളിൽ അങ്ങ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. സർവവ്യാപിയാണ്. അങ്ങില്ലാതെ ഒരു സ്ഥലമൊന്നുമില്ല. അങ്ങില്ലാതെ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലും അങ്ങുണ്ട്. ആ നിലയിൽ അതിനെ കാണണം. അങ്ങേക്ക് മറവില്ലാതിനാൽ അകവും പുറവുമില്ല. അതിന് അകവുമില്ല, പുറവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. എന്തൊരു സാധനമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റരുത്, പറ്റാൻ പാടില്ല. അല്ലാതെ ഈ ജനിച്ച കൊച്ചിനെ ഇങ്ങനെ ഒരു കൊച്ചായിട്ട് അവതരിപ്പിക്കുമെന്ന് വെച്ചിട്ട് ഈ കൊച്ചാണ് ആ ഈശ്വരനെന്ന് ഒരിക്കലും ചിന്തിച്ചു പോകരുത്. എന്ന് 18 പറയാണ്, യാതൊരു മനുഷ്യൻ തനിക്ക് കാണാവുന്ന വസ്തുക്കൾ അവ തമ്മിൽ നിന്നും വ്യത്യസ്തമായി കരുതുന്നുവോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ താൻ കാണുന്ന വസ്തുക്കളെ വ്യത്യസ്തമായി കാണുന്നു. ഉദാഹരണമായിട്ട് ഇവിടെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ആര്? കൃഷ്ണൻ ജനിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഈ കൃഷ്ണനെയും
അപ്പുറത്തെ വേറെ എന്തോ കല്ലും ഉണ്ട്. അത് രണ്ടും ഒന്നായിട്ട് കാണാൻ പറ്റിയില്ല എങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ മർമ്മം കിടക്കുന്നത്. ആരെങ്കിലും ഒരാൾ കാണുന്ന വസ്തുവിനെ രണ്ടായി കാണുകയാണെങ്കിൽ അവൻ അജ്ഞാനിയാണ്. അവന് അറിവില്ല. വസുദേവൻ പറയുകയാണ്, ഈ കുട്ടിയെയും കുട്ടീൻ്റെ അടുത്തിരിക്കുന്ന അമ്മയെയും രണ്ടായി കാണുകയാണെങ്കിൽ അവൻ അറിവില്ല. അപ്പം എല്ലാം തന്നെയാണ് ബ്രഹ്മം എന്ന നിലയിൽ കാണണം. അല്ലാതെ ഇതിനെ കൃഷ്ണനായിട്ട് കണ്ടുപോരാ. ഇങ്ങനെ ഇതിനെ പ്രത്യേകിച്ച് കൃഷ്ണനായിട്ട് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അവന് വിവരമില്ല. ഈ കുട്ടിയെ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവന് വിവരമില്ല. പക്ഷെ ഈ കുട്ടിയിലൂടെയാണ് ആ ശക്തി ആക്ട് ചെയ്യാൻ പോകുന്നത്. എന്തെന്നാൽ അത് പരമാർത്ഥമല്ലെന്ന് അത് പരമാർത്ഥമല്ലെന്ന് മനസ്സിലാക്കിയവൻ തന്നെ പിന്നീട് അതെന്തായിട്ട് പരമാർത്ഥമായിട്ട് കൊണ്ടു നടക്കുകയാണ്. അതായത് ഞാൻ ഒരു പ്രഭാഷണം നടത്തിയ ഒരു കാര്യം പറയുകയാണ്, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഇത് മാങ്ങയാണ്, ഇത് തേങ്ങയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് മണ്ടത്തരമാണ്. പ്രപഞ്ചത്തിലെ എല്ലാം ഇപ്പം സ്വർണ്ണക്കടയിൽ പോയിട്ട് ഞാൻ പറയുകയാണ് ഇതെല്ലാം സ്വർണം തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഈ വളക്കെത്ര വില, ഈ മാലക്കെത്ര വില എന്ന് ചോദിക്കുകയാണെങ്കിൽ അതോടുകൂടി ഞാനെന്തായി ഭൗതികവാദിയാണ്, ഞാൻ മണ്ടനായി മാറുകയാണ്. സ്വർണമായിട്ട് കാണുകയാണെങ്കിൽ എപ്പോൾ സ്വർണമായിട്ട് തന്നെ കണ്ടോളണം. അതുപോലെ വസുദേവൻ പറയുകയാണ്, ഈ കുട്ടിയും ഒരാൾ എന്ത് കാണുമ്പോഴും അതിനെ വ്യത്യസ്തമായി കാണുകയാണെങ്കിൽ അവന് വിവരമില്ല. കാരണം അതിനു മുമ്പിൽ അവൻ എന്തു പറഞ്ഞിരിക്കുന്നു? പറഞ്ഞ പരമാർത്ഥത്തിനെതിരായിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അവൻ പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ച് വേണ്ട വിധം ചിന്തിച്ചാൽ അത് സത്തല്ല എന്ന് മനസ്സിലാകും. അപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ കുട്ടി എന്തല്ല? സത്തല്ല. അത് ഒരു മായാരൂപം. ഈ പ്രപഞ്ചമാകുന്ന മായയിൽ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നു, അത്രയേ ഉള്ളൂ. അത് ആ ബ്രഹ്മമായിട്ട് കണ്ടുകൂടാ. മായാലോകത്തിൽ എന്തെല്ലോ കൃഷ്ണൻ്റെ ലീലകളായിട്ട് കാട്ടിക്കൂട്ടുന്ന എന്തോ ആയിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. എന്നിട്ട് 19 പറയാണ്, വ്യാപാരരഹിതൻ, അവന് ഒരു വ്യാപാര താല്പര്യങ്ങളുമില്ല, നിർഗുണൻ, നിർവികാരൻ. അപ്പോൾ ഇതിന് ഒരു താല്പര്യങ്ങളുമില്ല, നിർഗുണം, ഒരു ഗുണവുമില്ല, ഒരു വിചാരങ്ങളും ഈ ശക്തിക്ക് ഇല്ല. ആയതായ അങ്ങയിൽ നിന്ന്. അപ്പോൾ ഈ ഈശ്വരൻ, ഈ ശ്രീഹരി നിർഗുണനാണ്, ഒരു വ്യാപാരത്തിലും ഇടപെടുന്നില്ല, ഇങ്ങനെ കുട്ടികളായിട്ട് ജനിക്കാനൊന്നും വരുന്നില്ല. നിർവികാരനായ അങ്ങയിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഉണ്ടായി, ലോകം ഉണ്ടായി നശിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒന്നിൽ നിന്നും തലയിടാത്ത അങ്ങിൽ നിന്ന് തന്നെയാണ് ഈ ലോകമുണ്ടായതും അത് അവസാനം നശിച്ച് അതിൽ തന്നെ പോയി ലയിക്കുന്നതും. സർവവ്യാപിയും സർവൈശ്വര്യവാനുമായ അങ്ങേക്ക് ആരോടും വിരോധമില്ല. അതും പ്രത്യേകം പറയണം. ഈ കൃഷ്ണൻ ജനിച്ചത് കംസനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല ജനിച്ചിരിക്കുന്നത്. ആരോടും വിരോധമില്ല. ആ നിർഗുണമായ ബ്രഹ്മത്തിന് കംസൻ എന്തോന്നോ ഈ ജനിച്ച കുട്ടി എന്തെന്നോ ഒരു വ്യത്യാസവും. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു ശക്തിയാണ്. പക്ഷേ
അതൊരു തീരുമാനം, ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം അതിൻ്റെ വഴിക്ക് പോകുന്നതനുസരിച്ച് ഇതും അതിൻ്റെ ഭാഗമാക്കായിട്ട് മാറുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങയെ ആശ്രയിച്ചവനാണെങ്കിൽ അത് അങ്ങയുമായിട്ട്, ആ ഗുണവുമായിട്ട് ചേരുകയാണ്. അപ്പം ഈ കൊച്ച് എന്താണോ, ലോകം എങ്ങോട്ടാണോ പോകേണ്ടത്, ഏത് തരത്തിലാണോ ശ്രീഹരി വിഭാവനം ചെയ്തിരിക്കുന്നത്, ആ ഒരു ഗുണവുമായിട്ട് ഈ കൊച്ച് താതാത്മ്യം പ്രാപിക്കുമ്പോൾ അത് കൃഷ്ണന് സമാനമായി, അല്ലെങ്കിൽ ശ്രീഹരിക്ക് സമാനമായിട്ട് മാറുന്നു. അതാണ് ശ്രീഹരി എങ്ങനെയാണോ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ പോകുന്നത്, അതായത് ഈ കംസനെ കൊന്നിട്ട് വേണം ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ, ആ ഒരു ഗുണവുമായിട്ട് ഈ കുട്ടി താതാത്മ്യപ്പെടുന്നത് കൊണ്ട് അത് കൃഷ്ണന് സമാനമായി മാറുകയാണ്. ആ പറഞ്ഞതിനർത്ഥം, ഇവിടെ ഒരാൾ ജനിച്ചു, ആ വ്യക്തി ലോകത്തെ എങ്ങോട്ടേക്കാണ് നയിക്കേണ്ടത്, ആ വഴിയിലൂടെ അവൻ നേതാവായിട്ട് നീങ്ങുകയാണെങ്കിൽ അവനിൽ നമ്മൾ കൃഷ്ണനെ കാണണം. പറഞ്ഞുകൊണ്ട് അവിടത്തേക്കാണ് എത്തിക്കുന്നത്. ഇപ്പം ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം കൊളോണിയലിസത്തിൽ നിന്ന് അടുത്തതിലേക്ക് കടക്കണം എന്നാണ് ആ ശ്രീഹരിയുടെ താല്പര്യം. രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെ കൊളോണിയലിസത്തിൽ നിന്ന് ലോകത്തെ വിദേശാധിപത്യത്തിൽ നിന്ന് മുക്തമാക്കണം. ആ വഴിയിലൂടെ ഗാന്ധിജി നീങ്ങുമ്പോൾ ആ ഗാന്ധിജിയുടെ ഗുണം ശ്രീഹരി എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഗുണവുമായി ഒത്തുചേരുന്നു. അപ്പോൾ ആ ഗാന്ധിജിയെ രാമനായിട്ട് കണ്ടുകൊള്ളാം. അങ്ങനെയാണ് ഈ ഉണ്ടാകുന്ന അവതാരങ്ങൾ ആ ശ്രീഹരിയായിട്ട് മാച്ചായിട്ട് പോകുന്നത്. കാരണം രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒന്നായിട്ട് മാറുന്നു. ഇപ്പം ഏതൊരു വ്യക്തി കൃഷ്ണൻ എന്താണോ ആ കർമ്മത്തിൽ ഉദ്ദേശിക്കുന്ന ആ വഴിയിലൂടെ നീങ്ങുമ്പോൾ അവൻ കൃഷ്ണന് സമാനമായി മാറും, അല്ലെങ്കിൽ ശ്രീഹരിക്ക് സമാനമായി മാറും. ഈ തരത്തിൽ വേണം ഇതിനെ കാണാൻ. ഇപ്രകാരം 20 ഇപ്രകാരമുള്ള ഭഗവാൻ തന്നെ 3 ലോകത്തിൻ്റെയും രക്ഷക്കായി തൻ്റെ മായ കൊണ്ട് തൻ്റെ സത്വഗുണത്താൽ വിഷ്ണുവായും, അതുകൊണ്ട് തന്നെ ഈ വിഷ്ണു അല്ലെ ഈ ശ്രീഹരി, വിഷ്ണു അല്ല ശ്രീഹരി തൻ്റെ സത്വഗുണ രൂപത്തിലോടുകൂടി വരുമ്പോൾ അതെന്തായി മാറി? ബ്രഹ്മാവായിട്ട് മാറി, അല്ല വിഷ്ണുവായിട്ട് മാറി. അതിൻ്റെ രജോ ഗുണമായിട്ട് വരുമ്പോൾ അത് ബ്രഹ്മാവായിട്ട് മാറി. അതിൻ്റെ തമോ ഗുണവുമായിട്ട് വന്നപ്പോൾ ആ ശ്രീഹരിയിൽ ഈ 3 ഗുണങ്ങളും വന്നിട്ട് അത് 3 ഗുണങ്ങളായിട്ട് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ ഒന്ന് ബ്രഹ്മാവായി, രജോ ഗുണം സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്ന ശക്തി, മറ്റേത് സത്വഗുണം വിഷ്ണുവായിട്ട് അത് സംരക്ഷിക്കുക, മറ്റേത് തമോ ഗുണം അടിച്ചു പൊളിക്കുക, രുദ്രനായിട്ടും മാറി. അപ്പോൾ ആ ഗുണങ്ങൾ 3ആയി തിരിഞ്ഞപ്പോൾ 3 രൂപത്തിൽ അതിനെ നമ്മൾ കാണുന്നു. പക്ഷെ 3 എന്ത് തന്നെയാണ്? ആ ശ്രീഹരി തന്നെയാണ്. അതിൻ്റെ 3 ഗുണങ്ങൾ 3 രൂപത്തിൽ പ്രകടമായപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി ആ 3 ഗുണങ്ങളും ചേർന്നത് തന്നെയാണ് ആ ശ്രീഹരി. ഇനി 21 ഭഗവാൻ ഈ ലോകത്തിൻ്റെ സംരക്ഷണത്തിനായി എൻ്റെ ഗൃഹത്തിൽ അവതരിച്ചു. അതുകൊണ്ട് ഈ ലോകം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എൻ്റെ ഗൃഹത്തിൽ അവതരിച്ചത്. ക്ഷത്രിയരായ അനേകം അസുരന്മാരാൽ കൊണ്ടു നടക്കപ്പെട്ടുന്ന സേനകളെ കൊന്നൊടുക്കുവാൻ പോകുന്നു. കുറേ ക്ഷത്രിയ രാജാക്കന്മാർ, നാട് നിറച്ചും ക്ഷത്രിയ രാജാക്കന്മാർ, അധർമ്മികളായ ക്ഷത്രിയ രാജാക്കന്മാർ സേനകളോട് കൂടി ലോകം മുഴുവൻ വിലസുകയാണ്.
അവരെ എല്ലാം കൊന്നൊടുക്കുവാനാണ് പോകുന്നത് എന്ന് ആര് പറയുന്നു? വസുദേവർ പറയുന്നു. ദുർഷിച്ച ഭരണാധികാരികൾ ലോകം മുഴുവൻ നിറയുമ്പോഴാണ് വിഷ്ണു വരുന്നത് അവരെ വധിക്കുവാൻ വേണ്ടിയിട്ട്. അതായത് വിഷ്ണു സാധാരണ ജനങ്ങളുടെ അടക്കമുള്ള ചോട്ടാ കാര്യങ്ങളുടെ അടക്കമൊന്നും സംഹരിക്കാനല്ല വിഷ്ണു വരുന്നത്. വിഷ്ണു മുകളിലിരിക്കുന്ന ദുഷിച്ച ഭരണാധികാരികളെ മുഴുവൻ കൊന്നെടുക്കാനാണ്. അതാണ് മഹാഭാരത യുദ്ധമായിട്ട് മാറുന്നത്. രണ്ടാം ലോകമഹായുദ്ധമായിട്ടും മൂന്നാം ലോകമഹായുദ്ധമായിട്ട് മാറുമ്പോൾ തലപ്പത്തുള്ള എല്ലാത്തിനെയും അധർമ്മികളായ ക്ഷത്രിയരെ മുഴുവൻ അടിച്ച് ദൂരെ കളഞ്ഞിട്ട് പുതിയ വ്യവസ്ഥിതിയിലേക്ക് എത്തിക്കും. ഇനി 22 ദുർവൃത്തനായ കംസനാദികളെ അങ്ങനെയല്ല, ദുർവൃത്തനായ കംസനാകട്ടെ ഞങ്ങളുടെ ഗൃഹത്തിൽ അങ്ങ് ജന്മമെടുക്കുകയുണ്ടായി എന്നറിഞ്ഞിട്ട്, നമ്മളെ കുടുംബത്തിൽ അങ്ങ് ജനിക്കുമെന്നറിഞ്ഞിട്ട് അങ്ങേര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരന്മാരെ എല്ലാം കൊന്നിട്ടുണ്ട്. കാവൽക്കാർ പറഞ്ഞത് കേട്ട് അവനിപ്പോൾ ആയുധങ്ങളുമായി ഇവിടേക്ക് എത്തും. കാവൽക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജനിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് അങ്ങേരിപ്പോൾ ഉടനെ ഇവിടത്തേക്ക് എത്തും. എന്നിട്ട് 23 ശ്രീ സുഗൻ പറയുകയാണ്, അനന്തരം കംസനെ ഭയന്ന ദേവകീ ദേവി, പിന്നെ ദേവകിയാണ് സ്തുതിക്കാൻ പോകുന്നത്. കംസനെ ഭയന്ന ദേവകി ദേവി ഈ പുത്രനെ വിഷ്ണു അവതാരമായി കണ്ട് മന്ദഹാസത്തോടെ ഭഗവാനെ സ്തുതിച്ചു. പിന്നെ ദേവകി കംസനെ ശ്രീഹരിയെ സ്തുതിക്കാൻ തുടങ്ങി. കംസനെ ഭയന്ന ദേവകി. അങ്ങ് ഇന്ദ്രിയാതീതനാണ്, ഇന്ദ്രിയങ്ങൾക്കൊന്നും അധീനനല്ല, എല്ലാറ്റിൻ്റെയും കാരണമാണ്. എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടോ, എന്തെല്ലാം ഉണ്ടാകുന്നോ, എന്തെല്ലാം നടക്കുന്നോ അതിനെല്ലാം കാരണമാണ്. എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നതാണ്. അങ്ങ് ഇല്ലാത്ത സ്ഥലമില്ല. സ്വയം പ്രകാശവാനാണ്, ചിത് സ്വരൂപനാണ്, ഗുണങ്ങളില്ലാത്തവനാണ്, വികാരരഹിതനാണ്, നാശമില്ലാത്തവനാണ്, ജാതി ഗുണാദി വിശേഷങ്ങളില്ലാതെ. അങ്ങേക്ക് ജാതിയുമില്ല, മതവുമില്ല, ഒരു ചുക്കുമില്ല. നമ്മൾ ചില ദൈവങ്ങളെല്ലാം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് മതമെല്ലാം ഉണ്ട്. എൻ്റെ ആൾക്കാരാണ്, മറ്റവൻ മോശമാണ്, പോയി വെട്ടിക്കൊല്ലടാ മറ്റവൻ, ഇങ്ങനെയെല്ലാം പറയുന്ന തരത്തിലാണ്. ഈശ്വരനെ എവിടെയാണ് ജാതിയും മതവും? ഒരൊറ്റ ഈശ്വരനാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുകയല്ല, അത് തന്നെയാണ് എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ അതിനെ വ്യത്യസ്തമായി കാണുക? അത് തന്നെയാണ് എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അല്ലാതെ വേറൊന്ന് എന്തോ എടുത്തിട്ട് ഉരുട്ടി ഉണ്ടാക്കിയതല്ല. അത് തന്നെ സ്വയം പലതായി മാറിയാൽ പിന്നെ എങ്ങനെ ജാതി മതമെല്ലാം ഉണ്ടാവുക? ക്രിയാരഹിതന, അതിന് വേറെ ക്രിയയൊന്നുമില്ല, ഒന്നും ചെയ്യാൻ അതിന് താല്പര്യമില്ല. പക്ഷെ നടക്കേണ്ട കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു സിസ്റ്റം, അതുപോലെ അത് നടക്കും. ഈ വിധമെന്ന് നിർവചിക്കാൻ കഴിയാത്തവന്, അങ്ങേ ഇന്നലെ രൂപത്തിലാണെന്നൊന്നും ആർക്കും നിർവചിക്കാൻ പറ്റില്ല. അന്ധകരണാദികളെ പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ എല്ലാം അന്ധകരണങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഭഗവാന് നമസ്കാരം. ആര്? ദേവകി സ്തുതിക്കുകയാണ്. ഇനി 25 കാലത്തിൻ്റെ ഗതിയാൽ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം അവസാനിക്കുമ്പോൾ ലോകമെല്ലാം നശിക്കും. കാലത്തിനനുസരിച്ചാണ് ഈ ലോകം പോകുന്നത്, കാലമനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാലം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ, അതായത് ബ്രഹ്മാവിൻ്റെ കാലം കഴിയുമ്പോൾ ലോകമെല്ലാം നശിക്കും. മഹാഭൂതത്തിൽ ലയിക്കും, എല്ലാം പോയിട്ട് മഹാഭൂതത്തിൽ ലയിക്കും.
ആ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മഭൂതത്തെ, പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങളും അതിലും സൂക്ഷ്മമായ ഒരു ഭൂതത്തിൽ പോയി ലയിക്കും. ആ ആ ആദിഭൂതം പിന്നെ എന്തില് അഹങ്കാരത്തിൽ ലയിക്കും. ആ അഹങ്കാരം മഹാതത്വത്തിൽ, സയൻസിൽ, വേദങ്ങളിൽ ലയിക്കും. ആദ്യം വേദമാണ് ഉണ്ടായത്. ആ മഹാതത്വം ആ അവ്യക്തതയെ പ്രാപിക്കും. അത് മൂലപ്രകൃതിയിൽ ലയിക്കും. മൂലപ്രകൃതി, ആദ്യമുള്ള പുരുഷനും പ്രകൃതിയും, ആ മൂലപ്രകൃതിയുടെ പിന്നിലുള്ള ശക്തിവിശേഷമാണ് പുരുഷൻ. അപ്പോൾ ഭവാൻ മാത്രം അവശേഷിക്കും. അപ്പോൾ ആദ്യം എന്തേലുള്ളായിരുന്നു? ആ ഒരു പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പുരുഷനും പ്രകൃതിയായിട്ട് രൂപാന്തരപ്പെട്ടു. പ്രകൃതി ആയതിൻ്റെ പിന്നിലാണ് പിന്നെ എന്തായത്? വേദങ്ങൾ, മഹാതത്വങ്ങളുണ്ടായി, സയൻസ് ഉണ്ടായി. സയൻസിലൂടെയാണ് സൃഷ്ടിക്രമം നടക്കുന്നത്. അതിലൂടെയാണ് അഹങ്കാരം, ഞാനെന്നൊരഹങ്കാരം ഉണ്ടായി. അഹങ്കാരമുണ്ടായപ്പോഴാണ് ഒരു ലോകമുണ്ടാക്കണമെന്ന് തോന്നിയത്. ലോകമുണ്ടാക്കണമെന്ന് തോന്നിയപ്പോഴാണ് പഞ്ചഭൂതങ്ങളുണ്ടായി. പഞ്ചഭൂതങ്ങളിൽ നിന്ന് പിന്നെ ബാക്കിയെല്ലാം ഉണ്ടായി. തിരിച്ചും ഇതേ ക്രമത്തിൽ ആടെ പോയി ലയിക്കുന്നു. 26 പറയാണ്, മൂലപ്രകൃതിയുടെ പ്രവർത്തകനായ പ്രഭു നിമിഷം തുടങ്ങി സംവത്സരം വരെയുള്ള കാലത്തിൽ ലോകം പ്രവർത്തിക്കുന്നു. അതായത് നിമിഷം, ഏറ്റവും ചെറിയ സമയം എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മുന്ന സമയം. ആ സമയം തൊട്ട് വർഷം, ഒരു വർഷം, ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയം. ഈ ക്രമത്തിലാണ് ലോകം പ്രവർത്തിക്കുന്നത്. സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം കാലാകാലങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആ കാലത്തെ കാലാന്തത്തിൽ അവശേഷിപ്പിച്ചു അങ്ങയുടെ ശക്തിവിശേഷം. കാലാന്തരത്തിൽ അവശേഷിപ്പിക്കുന്നത് അങ്ങയുടെ ശക്തിവിശേഷം എന്ന് പറയുന്നു. കാലം മാത്രമാണ് കൽപ്പാന്തകാലത്തിൽ, കാലാന്തത്തിൻ്റെ അന്ത്യത്തിൽ അല്ലെങ്കിൽ കൽപ്പാന്തകാലത്തിൽ അവശേഷിക്കുന്നത് കാലം മാത്രമാണ്. കാലം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രപഞ്ചം ഒരു 100 വർഷമാണ് പ്രപഞ്ചത്തിൻ്റെ, ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പം 100 വർഷം കഴിയുമ്പോൾ എല്ലാം ചുരുട്ടിക്കൂട്ടി ബ്രഹ്മത്തിൽ പോയില്ലേക്ക്. പിന്നെ ഇവിടെ ഒന്നുമില്ല. പിന്നെ 100 വർഷം ബ്രഹ്മാവിൻ്റെ ഉറക്കമാണ്, ഉറക്കത്തിൻ്റെ സമയമാണ്. അപ്പോൾ സമയമുണ്ട് 100 വർഷം. ആ 100 വർഷം കഴിയുമ്പോഴാണ് പിന്നെ ഉറക്കത്തിൽ നിന്നിട്ട് ആദ്യം സൃഷ്ടി നടത്തുന്നത്. അത് പിന്നെ ഒരു 100 വർഷം പോകും. 100 വർഷം കഴിഞ്ഞാൽ ഇതെല്ലാം പൊളിച്ച് കെട്ടിയിട്ട് പിന്നെയും ഉറങ്ങും. അപ്പോൾ ഇതെല്ലാം ഏത് ഒരു സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയം എന്തുണ്ട്? കാലം തന്നെയാണ് ആ ശക്തിവിശേഷം. അപ്പം കാലം, പ്രപഞ്ചം ഉള്ള കാല അവസാനം, പ്രപഞ്ചം ഉണ്ടായാലും ഇല്ലെങ്കിലും ആ കാലം തന്നെയാണ് കൃഷ്ണൻ, അല്ലെങ്കിൽ ആ ശക്തിവിശേഷം, അല്ലെങ്കിൽ ആ കാലത്തിൻ്റെ പിന്നിലുള്ള ശക്തിയാണ് ഭഗവാൻ. ഈ വിധം പ്രകൃതിയെയും കാലത്തെയും നിയന്ത്രിക്കുന്ന അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അങ്ങനെ പ്രപഞ്ചത്തെയും കാലത്തെയും, കാലത്തിനനുസരിച്ച് പ്രപഞ്ചം സൃഷ്ടിക്കുന്നു, ചവിട്ടിക്കൂട്ടുന്നു, പിന്നെയും ഉണ്ടാക്കുന്നു, പിന്നെയും കൂട്ടുന്നു, കുട്ടി കടപ്പുറത്ത് മണ്ണിൻ്റെ കുന്നുണ്ടാക്കുന്നു, പൊളിക്കുന്നു, ഉണ്ടാക്കുന്നു, പൊളിക്കുന്നു. അതൊരു സമയം വെച്ചിട്ട് ഉണ്ടാക്കുകയും പൊളിക്കുകയും ചെയ്യുന്ന മാതിരിയാണ്. അപ്പം കാലമുണ്ട്, സമയമുണ്ട്. അപ്പം സമയവും ഈ പ്രകൃതിയും കൂടിയിട്ടുള്ള അതിനെ നിയന്ത്രിക്കുന്ന അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇനി 27 മരണത്തോടൊപ്പം ജനിച്ച മനുഷ്യർ മരണത്തോടും കൂടിയാണ് ജനിച്ചിരിക്കുന്നത്. ജനിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മരണമുണ്ട്. മരണമാകുന്ന സർപ്പത്തെ പേടിച്ചിട്ട് എല്ലാ ലോകത്തിലും ചുറ്റി നടന്ന് ഒരിടത്തും അഭയം കിട്ടാതെ വരുന്നു. അതായത് മരണത്തോടൊപ്പം ജനിച്ചവരാണ് നമ്മൾ. ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ മരണവും എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന സമയം മരിക്കണം. ആ മരണത്തോട് കൂടി തന്നെയാണ് നമ്മളുള്ളത്. ഇത് മനസ്സിലാക്കാതെ ആ സർപ്പം, മരണമാകുന്ന സർപ്പത്തെ പേടിച്ചിട്ട് മനുഷ്യർ ലോകം മുഴുവൻ കറങ്ങി അടിച്ച് നടന്നിട്ട്
അവസാനം വൃത്തിയിലെ രക്ഷ കിട്ടാതെ തിരിച്ചു വരുന്ന മാതിരിയാണ് ഉള്ളത്. കാരണം മരണം എപ്പോഴും വരും, അത് നമുക്ക് പറഞ്ഞ സമയം പറഞ്ഞേ പറ്റും. അതിനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അല്ലയോ ആദി തത്വമേ, അതുകൊണ്ട് അതിനോട് പറയാണ് ആദിയിലെ തത്വമായ അല്ലയോ ആദി തത്വമേ, ഏതോ സുഹൃതത്താൽ അങ്ങയുടെ പാദത്തെ സേവിക്കുവാൻ അവസരം കിട്ടി. എന്തോ സുഹൃതം കൊണ്ടാണ് അങ്ങയുടെ പാദത്തെ സേവിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയത്. അങ്ങയുടെ പാദത്താൽ മരണം വഴിമാറിപ്പോകും. അങ്ങയുടെ പാദത്തെ പിന്തുടരുന്നത് കൊണ്ട് മരണവും വഴിമാറിപ്പോകും. കാരണം ഞാൻ കാലത്തോടൊപ്പമാണ് നീങ്ങുന്നുണ്ടെങ്കിൽ കാലം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി 28 അപ്രകാരത്തിലെല്ലാമുള്ള ഭഗവാൻ ഭയങ്കരനായ കംസനിൽ നിന്നും പേടിച്ചരണ്ട ഞങ്ങളെ രക്ഷിക്കണേ. അങ്ങനെയെല്ലാമുള്ള അങ്ങ് ഭയങ്കരനായ ഈ കംസന്റെ ഭയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ. നിന്തിരുവടി ഭക്തജനങ്ങളുടെ പേടി നശിപ്പിക്കും. അങ്ങനെ ഒരു വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടാതെ പരമപുരുഷന്റെ ലക്ഷണത്തോടെ ധ്യാനിക്കാൻ യോഗ്യമായ ഈ രൂപത്തെ, പരമപുരുഷന്റെ ലക്ഷണങ്ങളോടുകൂടി ധ്യാനിക്കാൻ യോഗ്യമായ ഈ രൂപത്തെ, അതായത് ഇപ്പം കാണിച്ചു തന്ന ഈ കിരീടമെല്ലാം വെച്ചിട്ടുള്ള രൂപമുണ്ടല്ലോ, 4 കൈയെല്ലായിട്ടുള്ള, അത് ആർക്ക് ദർശിക്കാൻ അവസരം ലഭിക്കുന്നതാണ്? ആ ബ്രഹ്മസാക്ഷാത്കാരം നേടുവാൻ ശ്രമിക്കുന്നവർക്ക്, ഈ ഭൗതിക ലോകത്തിലെല്ലാം താല്പര്യം ലഭിച്ച് എല്ലാം ബ്രഹ്മമാണ് എന്ന് ചിന്തിക്കുന്നവരുടെ മനസ്സിൽ മാത്രമേ ഇങ്ങനെ ഒരു രൂപം തെളിഞ്ഞു വരികയുള്ളൂ. അല്ലാതെ ഈ പറയുന്ന കൃഷ്ണന്റെ രൂപമൊന്നും എവിടെയും ആരും കാണാൻ പോകുന്നില്ല. ഈ ഒരു ചിന്തയോടുകൂടി ചിന്തിക്കുന്നവർക്ക് ആ രൂപത്തിലൂടെ ശ്രീകൃഷ്ണൻ്റെ, ആ ശ്രീകൃഷ്ണൻ എന്നുള്ള പദവും ഇവിടെ വരുന്നില്ല, ശ്രീഹരിനെ പറ്റിയാണ് പറയുന്നത്. ആ ശ്രീഹരിയുടെ ആ ശരിയായ രൂപം അവർക്ക് ഭാവനയിൽ കാണാൻ പറ്റും, ഭാവനയിലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് മാംസദൃഷ്ടിയുള്ള അജ്ഞാതർക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന് പറയുകയാണ്. ഇത്തരത്തിലുള്ള ഈ രൂപം, കിരീടമെല്ലാം വെച്ച് 4 കൈകളായിട്ടുള്ള ആ രൂപം മാംസദൃഷ്ടിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കരുത്, അപേക്ഷിക്കുകയാണ്. സാധാരണ മനുഷ്യരുടെ മുമ്പിലൊന്നും ഇതേ രൂപത്തിലൊന്നും പോയി നിന്ന് കളയരുത്. ഈ രൂപം ആരുടെ മനസ്സിലേ തെളിയാൻ പാടുള്ളൂ? ആ ബ്രഹ്മരഹസ്യം മനസ്സിലായവർക്ക്. ആ ബ്രഹ്മരഹസ്യം ആർക്കാണ് മനസ്സിലായിരിക്കുന്നത്? വസുദേവനും ഭാര്യയ്ക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവർ ഈ തരത്തിൽ സ്തുതിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഈ രൂപത്തെ ദർശിക്കാൻ, ഭാവനയിൽ ദർശിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇനി 28 പറയുകയാണ്, പാപിയായ കംസൻ എന്നിൽ അങ്ങയുടെ ഉത്ഭവം അറിയാനിടവരുത്. എന്നിലൂടെയാണ് അങ്ങ് ജനിക്കുന്നത് എന്നുള്ള കാര്യം പാപിയായ കംസൻ അറിയാനിടവരുത്തരുത്. ധീരതയില്ലാത്ത ബുദ്ധിയുള്ള എനിക്ക് ഞാൻ ഭവാൻ നിമിത്തം കംസനെ ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ് കംസനെ ഭയപ്പെടുന്നത്? എനിക്ക് പേടിയൊന്നുമില്ല കംസൻ കൊല്ലാതിരിക്കുകയട്ടെ, പക്ഷേ എന്നിൽ അങ്ങുണ്ട്. അപ്പം അങ്ങേക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമെന്നുള്ള ഒരു ചിന്ത, അതൊരു എന്താണത്? ധീരതയില്ലാത്ത ബുദ്ധിയാണ്. എൻ്റെ ബുദ്ധിക്ക് ധീരതയൊന്നുമില്ല. അതുകൊണ്ട് ബുദ്ധിയുടെ ആ ഒരു പക്വതയില്ലായ്മ കൊണ്ട് ഞാൻ ഭയക്കുകയാണ്. എൻ്റെ ഉള്ളിലുള്ള അങ്ങേക്ക് എന്തെങ്കിലും പറ്റിപ്പോ, അതൊരു മാതാവിന് എപ്പോഴും തോന്നുന്നതാണ്. എന്നിട്ട് 30 ശംഖ്, ചക്രം, ഗദ ഇവയോടുകൂടിയുള്ള കാന്തിയോടുകൂടിയുള്ള 4 കൈകളുള്ള ഈ സ്വരൂപത്തെ അതുകൊണ്ട് അങ്ങ് മറച്ചു കളയണം. ഈ രൂപത്തിലൊന്നും കംസൻ വരുമ്പോൾ നിന്ന് കളയരുത്. ഈ രൂപം അങ്ങ് മറച്ചേക്കണം. കാരണം കംസനിപ്പം വരും. കംസൻ വരുമ്പോൾ ഇങ്ങനെ 4 കൈയെല്ലായിട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ അങ്ങേരെ അന്തം വിട്ടുപോകും. അതുകൊണ്ട് ഇതെല്ലാം അങ്ങ് മറച്ചു കളയണം. ഇനി 31
മഹാനായ അങ്ങ് പ്രളയസമയം ഗുണങ്ങളടങ്ങിയ ലോകത്തെ സ്വന്തം ശരീരത്തിൽ ഇടം കൊടുത്ത് ധരിക്കുന്നു. അതായത് പ്രളയ സമയത്ത് ഈ എല്ലാ സംഗതികളെയും അത് അതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് വലിക്കുന്നു. അതുപോലെ അങ്ങ് എന്ത് ചെയ്യണം? ഈ അവയവങ്ങളെ അങ്ങ് പിൻവലിച്ചേക്കണം. എന്നിട്ട് എൻ്റെ ശരീരത്തിൽ ജനിച്ചത് കഷ്ടം, അതായത് എന്നെപ്പോലെയുള്ള സ്ത്രീയിൽ അങ്ങേര് ജനിക്കേണ്ടി വന്നത് ഭയങ്കര കഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. മനുഷ്യ സമുദായം പരിഹസിക്കുവാനിടയായേക്കാം. മനുഷ്യന് പോലും പരിഹസിക്കും. എന്തിനീ ഇത്രയും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ ശക്തി ഇങ്ങനെ ഒരു നിസ്സാര സ്ത്രീയിൽ എൻ്റെ ഗർഭപാത്രത്തിൽ കയറി കൂടിയെന്നുള്ളത് മനുഷ്യകുലം തന്നെ നാളെ പരിഹസിക്കാൻ ഇടവന്നേക്കാം എന്ന് പറയുകയാണ്. ഇനി 32 അപ്പം ഭഗവാൻ പറഞ്ഞു, പതിവ്രതയായ മാതാവേ, പൂർവജന്മത്തിൽ സ്വയംഭൂ മന്വന്തരത്തിൽ, ആദ്യത്തെ മന്വന്തരത്തിൽ പൂർവജനത്തിൽ ഭഗവതി പൃഷ്ണി എന്ന ഭഗവതി അന്ന് പൃഷ്ണി എന്ന പേരിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പഴയ കഥയെ പറയുകയാണ്. പൂർവജന്മത്തിൽ അങ്ങ് പൃഷ്ണി എന്ന ഒരു സ്ത്രീയായിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത് സ്വയംഭൂ മന്വന്തര കാലഘട്ടത്തിൽ. ഇദ്ദേഹമാകട്ടെ, ഈ വസുദേവരാകട്ടെ സുതപസ് എന്ന പേരിലും ആയിരുന്നു, ഒരു പ്രജാപതിയുമായിരുന്നു അക്കാലത്ത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ഇവരുടെ കാര്യം പറയുകയാണ്. എപ്പോൾ നിങ്ങൾ ബ്രഹ്മാവിന പ്രജകളെ സൃഷ്ടിക്കുന്നതിൽ ഏർപ്പെട്ടുപോകും. അന്ന് ആദ്യ യുഗത്തിൽ ബ്രഹ്മാവ് പ്രജകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആ കാലഘട്ടത്തിൽ അപ്പോൾ നിങ്ങൾ ഇന്ദ്രിയങ്ങളെ അടക്കി തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രജകളെയെല്ലാം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച ആ സമയത്ത് അങ്ങ് നിങ്ങളെന്താണ് ചെയ്തത്? ബ്രഹ്മാവ് എല്ലാവരോടും സൃഷ്ടി നടത്താൻ, പ്രജാപതിമാരോടെല്ലാം സൃഷ്ടി നടത്താൻ പറഞ്ഞപ്പോൾ, ബ്രഹ്മാവ് സൃഷ്ടിയിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ഇവർ ചെയ്ത എന്താണ്? നിങ്ങൾ ഇന്ദ്രിയങ്ങളെ അടക്കി, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയിട്ട് തപസ് ചെയ്തു. ഇതിൻ്റെ 34-35 പറയുകയാണ്. അങ്ങനെ തപസ്സിൽ മഴ, വെയില്, മഞ്ഞ്, ചൂട് ഇങ്ങനെയുള്ള എല്ലാം സഹിച്ചുകൊണ്ടാണ് തപസ് ചെയ്തത്. എന്നിട്ടോ പ്രാണായാമെല്ലാം സ്വീകരിച്ചുകൊണ്ട് അകത്തുള്ള എല്ലാ മാലിന്യങ്ങളെയും നീക്കിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരും തപസ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് എന്താണ് കഴിച്ചതെന്ന് വെച്ചാൽ ഇല വീഴുന്നത്, ഉണങ്ങിയ ഇല മാത്രവും വായു മാത്രം ആഹാരമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ ആരാധിച്ചത്. മനസ്സിൽ എന്നെ തന്നെ ആരാധിച്ചു കൊണ്ടിരുന്നു. ഇത്തരത്തിൽ ഘോരമായ തപസ്സനു 36 പറയുകയാണ്. ഇത്തരത്തിൽ ഘോരമായ തപസ്സനുഷ്ഠിച്ചപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞുപോയി? 10,000 ദേവവർഷങ്ങൾ കഴിഞ്ഞുപോയി. അപ്പോൾ ഞാൻ നിങ്ങളുടെ തപസ്സിലും 37-38 ഭക്തിയിലും സന്തുഷ്ടനായിട്ട് ഇതേ രൂപത്തിൽ അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ ഇതേ രൂപത്തിൽ അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നിട്ട് വരം ചോദിക്കുവാൻ പറഞ്ഞു. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരു പുത്രൻ വേണമെന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ എന്നോട് എന്നെപ്പോലെയുള്ള ഒരു പുത്രൻ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അന്ന് നിങ്ങൾ 39 പറയാണ്, ലൗകിക വിഷയങ്ങൾ അനുഭവിക്കാതെയും, നിങ്ങൾക്ക് ലൗകിക കാര്യങ്ങളിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല, ആവ്യ സുഖങ്ങളൊന്നും അനുഭവിക്കാതെയും, സന്താനമില്ലാത്തവനായും ഭാര്യാഭർത്താക്കന്മാരായ നിങ്ങൾ എൻ്റെ മായയാൽ മോഹിതരായിട്ട് മോക്ഷത്തെ ആഗ്രഹിച്ചില്ല. അന്ന് നിങ്ങൾ എൻ്റെ മായയാൽ മോഹിതരായിട്ട്
മോക്ഷത്തെ ആഗ്രഹിച്ചില്ല. അപ്പം ഞാൻ വരം ചോദിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് മോക്ഷം നേടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങേപോലെ ഒരു മകൻ വേണമെന്നാണ് പറഞ്ഞത്. സാധാരണ എല്ലാവരും തപസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? എനിക്ക് മോക്ഷം തരണമെന്നാണ്. അപ്പം ഇവരാവശ്യപ്പെട്ടെന്നാണ് മകനെ വേണമെന്നാണ്. അപ്പം ആരിൽ അകപ്പെട്ടിരിക്കുകയാണ്? മായാമോഹത്തിൽ അകപ്പെട്ട്. അപ്പം ഞാൻ തന്നെയാണ് നിങ്ങളെ മായാമോഹത്തിൽ അകപ്പെടുത്തിയിട്ട് കുട്ടികളെ ചോദിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് സാരം. ആ ശക്തി തീരുമാനിച്ചാൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകണോ അല്ല കുട്ടികളെ വേണോ എന്നല്ല ചോദിക്കുന്നതല്ല. ആ ശക്തിയുടെ മായയിൽ അകപ്പെട്ടുകൊണ്ടാണ് മനുഷ്യർ ചെയ്യുന്നത്. എന്നിട്ട് 40 പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഇരുവരും എനിക്ക് തുല്യമായ പുത്രനെ വരമായി ലഭിച്ച് ഗാർഹ്യവൃത്തിയിൽ സുഖങ്ങൾ അനുഭവിച്ചു. അന്ന് നിങ്ങളിങ്ങനെ സുഖം അനുഭവിച്ചു. 41 ലോകത്തിൽ എനിക്ക് തുല്യം മറ്റൊരാളെ കാണായികയാണ്. ലോകത്തിൽ എനിക്ക് തുല്യം മറ്റൊരാളില്ല. കാരണം എന്താണ് വേദം പറയുന്നത്? ആകെ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബ്രഹ്മത്തെയാണ് ശ്രീഹരി എന്ന് പറയുന്നത്. പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപിൽ ആകെ ഒരൊറ്റ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്. അതിന് വേറൊന്നില്ല. അപ്പം പകരം ഉണ്ടാക്കാൻ പറ്റൂല, നടക്കുന്ന കാര്യമല്ല. ഞാൻ തന്നെ അതുകൊണ്ട് നിങ്ങളുടെ പുത്രനായി ജനിച്ചു. പകരം ഉണ്ടാകാൻ പറ്റൂല. പകരം ഉണ്ടായിപ്പോയാൽ രണ്ടായിപ്പോയി. അപ്പം ലോകത്തിൽ ഒന്നേ ഉള്ളൂ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അത് ബ്രഹ്മമാണ്, അത് ഒറ്റയാണ്, ഏകനാണ്. അത് രണ്ടാകാൻ പറ്റില്ല. അതുകൊണ്ട് അത് തന്നെ എന്തായിട്ട് വന്നു? പുത്രൻ. അത് തന്നെ പുത്രന്മാർ വേഷം കെട്ടി വന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല, രണ്ടാവില്ല. അതുകൊണ്ട് മറ്റൊരാളെ കാണായികയാൽ ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി ജനിച്ചു. അതിൻ്റെ കൊണ്ട് എനിക്കെന്ത് പേര് കിട്ടി? കൃഷ്ണികർമ്മൻ എന്ന പേരും കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് കൃഷ്ണികർമ്മൻ എന്ന പേര് കിട്ടിയത്. ഞാൻ നിങ്ങളുടെ ഇന്ദ്രസോദരനാകിയാൽ ഉപേന്ദ്രൻ എന്ന പേരും ഹ്രസ്വദേഹത്വം നിമിത്തം വാമനൻ എന്ന പേരും നേടി. അപ്പോൾ ഞാനിങ്ങനെ പലതരത്തിൽ പല സമയത്ത് ഞാനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കൃഷ്ണികർപ്പൻ എന്ന പേരിൽ വന്നിട്ടുണ്ട്, ഉപേന്ദ്രൻ എന്ന പേരിൽ വന്നിട്ടുണ്ട്, വാമനൻ എന്ന പേരിലെല്ലാം വന്നിട്ടുണ്ട്. അത് ഞാൻ തന്നെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ അതേ രൂപത്തിൽ മൂന്നാമത്തെ ജന്മത്തിൽ ഞാൻ വീണ്ടും പിറന്നിരിക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ ജന്മത്തിൽ ഞാൻ ആദ്യം വന്നിരിക്കുകയാണ്. 44 പറയുകയാണ്, എൻ്റെ പൂർവജന്മ സ്തുതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രൂപം കാണിച്ചു തന്നത്. ഞാൻ ഈ രൂപം കാണിച്ചു തന്നത് വെറുതെ ഒന്നും വന്നിട്ട് കാണിച്ചു തന്നെയല്ല. പൂർവ്വരൂപം എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രൂപത്തിൽ വന്നതാണ്. അല്ല മനുഷ്യനായിട്ട് വന്നു പോയിരുന്നുവെങ്കിൽ ജനങ്ങളിൽ എന്ത് ചെയ്യും? എന്നെക്കുറിച്ച് ശരിയായ അറിവ് ലഭിക്കുകയില്ല. ഞാനൊരു സാധാരണ ഒരു രൂപത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചു പോയിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാം വിചാരിക്കും ഞാൻ മനുഷ്യനായിട്ട് ജനിച്ചവനാണ്, ഞാൻ മനുഷ്യനാണെന്ന്. ഞാൻ മനുഷ്യനൊന്നുമല്ല, ഞാനിങ്ങനെയാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി വിശേഷമാണ്. അതാണ് മറ്റേ 4 കൈയെല്ലാം ഉള്ള രൂപം. അത് കഥയിൽ അങ്ങനെ അവതരിപ്പിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങളെന്ത് പറയും? ഞാൻ ജനിച്ചിട്ടുണ്ട്, കുട്ടിയായിട്ട് സാധാരണ മനുഷ്യനെ പോലെ ജനിച്ചിട്ടുണ്ട് എന്ന് വരും. അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രൂപത്തിൽ വന്നത്. അപ്പം എന്നെ സ്തുതിക്കുന്നത് ഇങ്ങനെ തന്നെ സ്തുതിച്ചോണം. പിന്നെ ഈ കുട്ടിയായിട്ട് വെറും കുട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മനുഷ്യരൂപത്തിൽ ജനിച്ചവനായിട്ട് ചിന്തിച്ചു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം മനുഷ്യനായിട്ട് ജീവിച്ച മാതിരിയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അത് ചെയ്യരുത്. ഞാൻ എന്ന് പറയുന്നത് ഇതേമാതിരിയുള്ള കക്ഷിയാണ്. ഞാൻ മനുഷ്യനായിട്ടൊന്നും ജനിച്ചിട്ടില്ല. ഒരു മായ ഞങ്ങളെ തോന്നിപ്പിക്കുന്നതായിട്ട് വെടിക്കെടുക്കാം. എന്നിട്ട് 45 പറയാണ്, നിങ്ങൾ രണ്ടുപേരും പരബ്രഹ്മം എന്ന പേരിൽ എന്നെ ചിന്തിക്കുന്നവരായി. അപ്പം നിങ്ങൾ എങ്ങനെയാണ്? ഇവരാണ് കണ്ടത് ഈ കുട്ടിയെ.
അപ്പൊ ഏത് തരത്തിൽ നിങ്ങൾ ചിന്തിക്കണം? ഞാൻ പരബ്രഹ്മമാണ്, അല്ലാതെ ഈ കുട്ടി രൂപമൊന്നുമല്ല, ഈ കയ്യും കാലുമുള്ള രൂപത്തിലും ചിന്തിക്കണ്ട. എന്നെ പരബ്രഹ്മം എന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കണം. പിന്നെയോ പുത്രൻ എന്ന രീതിയിൽ സ്നേഹിക്കുകയും വേണം. അങ്ങനെ എൻ്റെ ഉത്കൃഷ്ടമായ പദവിയെ നിങ്ങൾ പ്രാപിക്കും. 46 ശ്രീസുഖൻ ഭഗവാൻ ഈ വിധം പറഞ്ഞ് മൗനം അവലംബിച്ചു. പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ മാതാപിതാക്കൾ നോക്കി നിൽക്കെ തൻ്റെ മായയാൽ സാധാരണ ശിശുരൂപം കൊണ്ടു. എന്നിട്ട് പിന്നെ സാധാരണ ഒരു കുശു. പിന്നെ കഥ പിന്നെ കുട്ടിയായിട്ട് മനുഷ്യൻ രൂപത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ ശക്തി അങ്ങനെയൊന്നുമല്ല. എന്നിട്ട് 47 അനന്തരം ആ വസുദേവൻ ഭഗവാന്റെ പ്രേരണയാൽ തന്നെ ഭഗവാൻ തന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്, എന്നെയും കൊണ്ട് ഇവിടുന്ന് സ്ഥലം വിട്ടോളണം, ഉടനെ എടുത്തു പോയിക്കോളണം. പുത്രനെ എടുത്തുകൊണ്ട് പ്രസവഗൃഹത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ എപ്പോൾ മനസ്സിൽ ചിന്തിച്ചുവോ, കുട്ടീനെ എടുത്തിട്ട് പുറത്ത് കിടക്കാൻ മനസ്സിൽ ചിന്തിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ട് എന്താണ് ഇനി പറയുന്നത്? ഒരു നാട്ടിൽ അധർമ്മം പെരുകുമ്പോൾ ആ ശക്തി ഏറ്റവും കഷ്ടപ്പെടുന്ന സ്ഥലത്തു നിന്നാണ് ആ പ്രതിഷേധത്തിൻ്റെ വിത്ത് മുളച്ചു വരിക. ആ കാലം അങ്ങനെയാണ് ആദ്യം ആക്ട് ചെയ്യുക. അതിനെ ഭരണാധികാരികൾ തച്ചുടക്കും. അപ്പോഴത് വേറെടുത്ത് പ്രത്യക്ഷപ്പെടും. ഇതിനി കുറേ കഴിയുമ്പോൾ കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തും അത് കാണാൻ പറ്റും. വൃത്തിയിൽ പിടിച്ച് കെട്ടിയിട്ടാൽ വേറെടുത്ത് നിന്ന് പുറത്തു വരുന്നത്. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഈ പ്രതിഷേധ രൂപത്തിലാണ് ആ പ്രപഞ്ചത്തെ മാറ്റിമറിക്കുന്ന ശക്തി ആദ്യം ഒരു ചെറിയ പ്രതിഷേധമായിട്ട് പുറത്തു മുടക്കും. അവിടെ അത് അടിച്ച് അമർത്തിയാൽ വേറെടുത്ത് അത് പ്രത്യക്ഷപ്പെടും. അതാണ് ഇവിടെ ജനിച്ച ഉടനെ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്തു ചെയ്തു? പുറത്തു കിടക്കാൻ നിന്നപ്പോൾ അതേസമയം ജന്മരഹിതയെന്ന് കാണപ്പെടുന്ന ആയ മായാദേവിക്ക് ജന്മമൊന്നുമില്ല, അവൾ ജന്മരഹിതയാണ്. ആ മായാദേവി നന്ദപത്നിയായ യശോദയിൽ ജനിച്ചു. അതും കഥയിൽ പറഞ്ഞു വെക്കുകയാണ്. അപ്പം യശോദയിൽ ഈ മായാദേവി അവിടെ ജനിച്ചു. ഇനി 48-49 അപ്പം ദ്വാരപാലകരും ജനങ്ങളും എല്ലാം അവിടെയുള്ള പരിസരത്തുള്ള ജനങ്ങളെല്ലാം എന്തുപറ്റി? പ്രജ്ഞയേറ്റ് നിദ്രയിലാണ്ടുപോയി. എല്ലാവരും നിദ്രയിലാണ്ടുപോയി. പെരുത്ത വാതിലുകളും ഇരുമ്പിൻ്റെ താവിയെല്ലുണ്ടല്ലോ, കൊളുത്തുകളെല്ലാം, അതെല്ലാം താനേ തുറന്ന് ആ കോട്ടവാതിലിൻ്റെ വാതിലെല്ലാം താനേ തുറന്ന് വസുദേവ പുത്രനും അവിടെ എത്തിയപ്പോൾ ഓരോന്നും താനേ തുറന്നു കൊടുത്തു. ഏതുപോലെ? സൂര്യൻ ഇരുട്ടിനെ നീക്കുന്നത് പോലെ. സൂര്യൻ വരുമ്പോൾ ഇരുട്ട് നീങ്ങുന്ന പോലെ തന്നെ ഈ വസുദേവർ ഈ കുട്ടീനെ എടുത്ത് പോകുമ്പോൾ എല്ലാ വാതിലുകളും താനേ തുറന്നു കൊടുത്തു. ഇത് കഥയിൽ പറയുന്നതാണ്. മേഘം നേരിയ ഇടിമുഴക്കമുണ്ടാക്കിയ ആ സമയത്ത് എന്നിട്ട് വർഷിക്കാൻ തുടങ്ങി. അപ്പം അനന്തൻ എന്ന സർപ്പം പത്തി വിടർത്തിയിട്ട് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ആ സർപ്പം ജലത്തെ തടഞ്ഞു നിർത്തി, എന്നിട്ട് അതിനെ അനുഗമിച്ചു. മഴ കഴിഞ്ഞവരെ അനന്തൻ എന്ന സർപ്പം അതിനെ രക്ഷിച്ചു. കഥയിൽ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുകയാണ്. ഏതുപോലെയെന്ന അപ്പോഴാണ് നദി, ആ ഇന്ദ്ര നല്ലവണ്ണം മഴ പെയ്പ്പിച്ചത് കൊണ്ട് വെള്ളമെല്ലാം നദി മുഴുവൻ, യമുന നദിയെല്ലാം ഓളങ്ങളായിട്ട് അങ്ങനെ പ്രക്ഷുബ്ധമായി. അപ്പോൾ പണ്ട് രാമൻ വന്നപ്പോൾ നദി സമുദ്രം മാറിക്കൊടുത്ത പോലെ ഇവർക്ക് വേണ്ടി സമുദ്രവും മാറിക്കൊടുത്തു എന്നെല്ലാം പറയുന്നതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ പ്രതിഷേധം ഏറ്റവും കഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്നവരിൽ നിന്നും ഉണ്ടാകുന്ന പ്രതിഷേധം അവിടെ കച്ചകർത്താലും അത് വേറൊരുത്തിയിലേക്ക് പോയി അവിടെ ഒതുക്കിയാൽ വേറൊരുത്തിയിൽ അത് പൊങ്ങി വരും. അതൊന്നും ആർക്കും തടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്.
ഒരുത്തിയില്ലെങ്കിൽ വേറെത്തിയിൽ, അവിടെയില്ലെങ്കിൽ വേറെത്തിയിൽ, ഇങ്ങനെ അങ്ങ് അത് ഒരുത്തിന്ന് വേറെത്തേക്ക് മാറ്റപ്പെട്ടുകൊണ്ട് പോകും. അതിനെ തടുക്കാൻ ആർക്കും ഒരു ശക്തിക്കും കഴിയില്ല. സമുദ്രം പോലും വഴിമാറി കൊടുക്കുന്നാണ് പറയുന്നത്. അതായത് അതിനെ നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഒരു നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പാടിലും ദുരിതത്തിലും പെട്ടുകഴിഞ്ഞാൽ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളത് 100% ഷുവറാണ്. അങ്ങനെ അധർമ്മികളായ ഭരണാധികാരികൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് ചെറിയൊരു പ്രകൃതി നിയമമാണ്. ചെറിയല്ല, വലിയ പ്രകൃതി നിയമമാണ്. മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധി മതി. അതാണ് ഇവിടെ കഥരൂപത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത്. വസുദേവർ നന്ദഗോകുലത്തിൽ ചെന്ന് യോഗമായയുടെ വൈഭവത്താൽ ആ ഗോപന്മാരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന, അപ്പോൾ ആ യോഗമായ അവിടെ എല്ലാവരും ഉറക്കിക്കിടത്തിയിട്ടുണ്ട്. ഉറക്കിക്കിടക്കുന്നതായിട്ട് കണ്ടിട്ട് പുത്രനെ യശോദയുടെ കിടക്കയിൽ കിടത്തിയ ശേഷം അവിടെ പെറ്റ ബാലികയെ എടുത്ത് ഗൃഹത്തിലേക്ക് തിരികെ വന്നു. ഈ കുട്ടീനെ എടുത്ത് അവിടെയും കിടത്തി. മായാദേവി അവിടെ ഒരു കൊച്ചായിട്ട് വന്നിട്ടുണ്ടല്ലോ, പെൺകുട്ടിയായിട്ട്. അവളെ എടുത്തുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്കും വന്നു. വസുദേവൻ ആ പെൺകുട്ടിയെ ദേവകിയുടെ ശയ്യയിൽ കിടത്തിയ ശേഷം തൻ്റെ കാലിലുള്ള ചങ്ങലയെല്ലാം ബന്ധിച്ചിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ചങ്ങലയെല്ലാം ബന്ധിച്ചിട്ട് മുമ്പത്തെ പോലെ വാതിലടച്ചിട്ട്, എല്ലാ വാതിലും അടച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? ഇരുന്നു. ആര് വരുന്നീ നോക്കിയിട്ട്? കംസം വരുത്തിയും നോക്കിയിട്ട്. നന്ദന്റെ പത്നിയായ യശോദയും മുതൽ പറയുന്നത് നന്ദന്റെ പത്നിയായ യശോദയും പ്രസവം മൂലമുള്ള പീഡ, ആ പ്രസവം കൊണ്ടുള്ള പ്രയാസങ്ങളും തളർന്നുപോയി. അതുകൊണ്ട് ആ പീഡകൾ കൊണ്ട് തളർന്നവളായിരുന്നു. നിദ്രാരൂപിണിയായ മായയുടെ പ്രവർത്തനം മൂലം അവരുടെ ഓർമ്മശക്തി ഒന്നും ശരിക്കും നിന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓർമ്മ കൈവിട്ടവളായിരുന്നു. അതുകൊണ്ട് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് മാത്രം അറിയാം. അതാണാണോ പെണ്ണാണോ എന്ന് പോലും അവക്ക് അറിയില്ലായിരുന്നു. അപ്പം അവക്കൊരു കുട്ടി ജനിച്ച മാത്രമേ ഓർമ്മയുള്ളൂ. അത് ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു കാര്യം അവൾക്ക്, അതായത് ഈ കുട്ടീനെ മാറ്റിയൊന്നും അവൾ അറിഞ്ഞില്ല.